ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. പാലക്കാട് മത്സരിക്കാൻ ലക്ഷ്യമിട്ട് രാഹുൽ. ലൈംഗികാതിക്രമ കേസിൽ ജയിൽ മോചിതനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കളമൊരുക്കാൻ PR വർക്ക് തുടങ്ങി. സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും മാങ്കൂട്ടത്തിന് വേണ്ടി വ്യാപക പ്രചരണമാണ് നടക്കുന്നത്. രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച അതിജീവിതമാർക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, വീണ്ടും വെളുപ്പിച്ച് പാലക്കാട്ട് നിയമസഭാ മണ്ഡലത്തിലേക്ക് എത്തിക്കാനാണോ തീരുമാനം? PR വർക്കുകളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ടല്ലോ മാധ്യമങ്ങളിലും മറ്റു സമൂഹ മാധ്യമങ്ങളിലും. എന്താ ഉദ്ദേശം? അരുൺകുമാർ, ലൈംഗിക അതിക്രമ കേസിൽ ജയിൽ മോചിതനായതിനു ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വീണ്ടും PR വർക്ക് തുടങ്ങിയത്. നമുക്കറിയാം, നേരത്തെയൊക്കെ ഈ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ പെൺകുട്ടികൾക്കെതിരെ അസഭ്യവർഷവും ഭീഷണിയും ഒക്കെ ഉണ്ടായ ശബ്ദരേഖകൾ പുറത്തു വന്നപ്പോഴൊക്കെ ആ ഘട്ടത്തിലൊക്കെ വലിയ രീതിയിലുള്ള PR വർക്കുകൾ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ വെള്ളപൂശാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. പക്ഷെ പാർട്ടി പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിയതോടെ അതിനൊരു ഇടവേള വന്നു. ഒടുവിൽ ജയിൽ മോചിതനായ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് എങ്ങനെയെങ്കിലും മത്സരിക്കാനുള്ള നീക്കമാണ് തുടങ്ങുന്നത്. പാർട്ടിയെ സമ്മർദ്ദത്തിലാഴ്ത്താൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ ന്യായീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. പല മാധ്യമങ്ങളെയും സമീപിച്ച് അഭിമുഖം എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം തന്നെ സാമൂഹ്യ മാധ്യമത്തിൽ അതിജീവിതമാരെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള വ്യാപക പ്രചാരണവും നടത്തുന്നുണ്ട്. ഇതുവരെ പുറത്തു വന്ന ശബ്ദ സംഭാഷണങ്ങളൊന്നും കഴിഞ്ഞ ദിവസമുള്ള അഭിമുഖത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിനൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. പക്ഷേ പാലക്കാട്ട് എങ്ങനെയെങ്കിലും മത്സരിക്കുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിക്കുന്നില്ല. അവിടെ ഏതെങ്കിലും കൃത്യമായി അവിടെ സ്വാധീനിക്കാൻ പറ്റുന്ന ശ്രദ്ധേയനായ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കാനുള്ള, ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ ഇറക്കാനുള്ള ആലോചനകളാണ് ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിൽ ഉള്ളത്. വനിതാ സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യവും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് വീണ്ടും കളം നിറയാനുള്ള ഒരു ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിൽ സംഘവും നടത്തുന്നത്. ഓക്കെ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് വിട്ടിട്ടില്ല കേട്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിമുഖം കൊടുക്കരുത് എന്ന് ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. ഒരു കാരണവശാലും കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട്. റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നിങ്ങൾ ഏത് അഭിമുഖവും കൊടുക്കൂ. ആ ചാനൽ നമ്മളല്ല കേട്ടോ. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്റർവ്യൂ എടുക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് അത് എഡിറ്റോറിയൽ ഡിസിഷനാണ്. നിങ്ങൾക്ക് പക്ഷേ ഇരകൾക്കൊപ്പം ഉണ്ട് എന്ന് പറയുകയും വേട്ടക്കാരനെ പ്രകീർത്തിക്കുകയും ഇരകളെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന പരിപാടി ശരിയല്ല എന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ നിലപാട്. അത് തന്നെയാണ് നമ്മുടെ എഡിറ്റോറിയൽ പോളിസി. നിങ്ങൾ ഇരകൾക്കൊപ്പമാണെങ്കിൽ ഇരകൾക്കൊപ്പം തന്നെ നിൽക്കുക. പക്ഷേ വേട്ടക്കാരന് പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് വേണ്ടത് മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. ഇരകളെ നിരന്തരം അധിക്ഷേപിച്ചുകൊണ്ട് ട്രോമാറ്റൈസ് ചെയ്യുന്ന രീതിയിൽ വേട്ടക്കാരനെ സജീവമാക്കുന്നത് പോലും ഒരർത്ഥത്തിൽ ആ അതിജീവിതമാരോട് ചെയ്യുന്ന ദ്രോഹമാണ്. നമ്മുടെ നാട്ടിലെ ഒരു പൊതുവായിട്ടുള്ള സാമൂഹ്യബോധം തിരിച്ചാണല്ലോ, അതിജീവിതമാർക്കൊപ്പമല്ലല്ലോ. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു നിലപാട് തറയിൽ നിൽക്കുക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ പ്രേക്ഷകർക്കറിയാമല്ലോ എന്താണ് റിപ്പോർട്ടർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട്. അത് നടിയെ ആക്രമിച്ച കേസിലാണെങ്കിലും ശരി, അതിജീവിതമാർക്കൊപ്പം നിലപാടെടുക്കുക എന്നുള്ളതിൽ നമ്മൾ രണ്ടാമതൊരു സംശയം വരേണ്ടതില്ല. പക്ഷേ ഒരേ സമയം ഇരകൾക്കൊപ്പം ഓടി എന്ന് പറയുകയും പിന്നീട് വേട്ടക്കാരന് വേണ്ടിയിട്ട് പണിയെടുക്കുകയും ചെയ്യുന്ന പരിപാടി ശരിയല്ല എന്നുള്ളതാണ് നമ്മളുടെ നിലപാട്. അത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. കാരണം അത് കോൺഗ്രസിലെ നേതാക്കൾ തന്നെ തുറന്ന് സമ്മതിക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോകുന്നു. പാലക്കാട് സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ നടക്കുന്നതിനിടയിലാണ് ഈ PR വർക്കുകൾ സജീവമായി നടക്കുന്നത്.